ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് 2024 ആങ്കറിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ വൈകിയത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡേ തന്നെ റിഹേഴ്സലും കാര്യങ്ങളും ഭയങ്കര കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ റിഹേഴ്സൽ ടൈം അവരുടെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും എടുക്കുക, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. നമ്മുടെ നടന്മാരുടെയൊക്കെ ഫിഗർ ചെയ്യുന്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ടൊവിനോ, ഷാരൂഖ് ഖാൻ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറേ നേരം അതൊക്കെ എടുത്തിട്ട് ഫുഡും കഴിച്ചിട്ടാണ് അന്നത്തെ ദിവസം പിരിയുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റേജിലേക്ക് എൻട്രി ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം പെർഫോമൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരുടെ അടുത്ത് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇഫും ഐശ്വര്യയും തുടങ്ങി നമ്മുടെ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയൽ താരങ്ങളുടെ റിവ്യൂസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ റിഹേഴ്സൽ വീണ്ടും നടക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ചിത്രാമ്മയുടെയാണ്. അപ്പോൾ ചിത്രാമ്മയുടെ തൊട്ട് പിന്നിലിരുന്നിട്ടാണ് എനിക്കിവിടെ പ്രോഗ്രാംസ് കാണാൻ പറ്റിയത്. അത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതേ പാട്ട് തന്നെ ചിത്രാമ്മ പാടുമ്പോൾ സ്റ്റേജിൽ ഇരുന്ന് കേൾക്കാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചിത്രാമ്മയുടെ റിവ്യൂ എടുക്കണമായിരുന്നു. അപ്പം പുറത്ത് കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് റിവ്യൂ എടുത്തു. പിന്നെ അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആക്ച്വലി ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പറ്റും. കുറേ പേരെയൊക്കെ വീണ്ടും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളവരെ വീണ്ടും കാണാൻ പറ്റി. അതൊക്കെ എൻ്റയർ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടെ നിൽക്കുന്ന വീട്ടമ്മമാരൊക്കെ പാട്ട് പാടുന്നവരാണ്. ഇവർക്കൊക്കെ ചിത്രാമ്മയുടെ കൂടെ പാടാനായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അർജുനും ശ്രീധുവിൻ്റെയും റിവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ പെർഫോമൻസ് കാണാൻ പറ്റി. എനിക്ക് അത് വലിയൊരു ഹാപ്പിനെസ് ആണ്. കാരണം ഞാൻ അവരുടെ ഒരു ഫാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, അവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റി. അവരുടെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവരുടെ റിവ്യൂവും കാര്യങ്ങളും എടുക്കാൻ പറ്റി. ആക്ച്വലി മൊത്തത്തിൽ ഒരു റിയൂണിയൻ പോലെ തന്നെയായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ റെഡ് കാർപ്പറ്റ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ എനിക്ക് കോസ്റ്റ്യൂമിന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആശ ശരത് മാം ഉണ്ടായിരുന്നു. മാം സ്റ്റാർട്ട് ചെയ്തത് സീരിയലിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കുറേ എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാത്തിരുന്നൊരു നിമിഷമാണ് നമ്മുടെ ടൊവിനെ മീറ്റ് ചെയ്യാന്നുള്ളത്. ടൊവിനോയുടെ റിവ്യൂ എടുക്കുക, കുറേ നേരം സംസാരിക്കാൻ പറ്റി. ആക്ച്വലി സ്വീറ്റസ്റ്റ് പേഴ്സൺ ആയിരുന്നു. സോ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എനിക്ക്. ആക്ച്വലി എന്താ പറയുക, ബേസിക്കലി ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. സോ നമ്മളോടൊക്കെ സംസാരിക്കുന്നത്, വർത്തമാനം പറയുന്നത് ഭയങ്കര കാഷ്വൽ ആയിരുന്നു. മൊത്തത്തിൽ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ടൊവിനോയുടെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. വൺ ഓഫ് ദ വണ്ടർഫുൾ മൂമെൻറ്റ്സ് ഇൻ മൈ എൻറ്റയർ ലൈഫ്. ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദി ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് 2024. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ, ബിഗ് ബോസ് ഫെയിം ജാസ്മിൻ ഇതിനിടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി സോറിയൊക്കെ പറഞ്ഞ് പതുക്കെ പോകുന്നുണ്ട്. പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയത്.